ഇടയ്ക്കിടയ്ക്കെല്ലാം നെറ്റ് പോകുന്നുണ്ട് കേട്ടോ. കേൾക്കാമോ? Can you hear what I say? Yes, yes, sir. Once in a while. കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോകുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ പോയാലും തിരിച്ചു വരുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. നിങ്ങളും അതുപോലെ തിരിച്ചു വന്നാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് 2 periods കണ്ടിന്യൂസ് ആണ് അല്ലേ? Yes, miss. Yes, yes, okay. What about your other subjects? Is all have completed? Is all subjects completed? No. I thought only science is left out. Okay. Maths, Next. We are studying now 15th lesson. Only 2 more lessons. Three lessons, isn't it? Okay, okay. So, see, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന so many procedures like excretory system, അതുപോലെ respiratory system, digestive system, ഇതിന്റെ എല്ലാ procedures നടക്കുന്നത് with accompanied by the water. എന്ന് വെച്ചാൽ വാട്ടറിന്റെ പ്രസൻസോട് കൂടിയിട്ടാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ. നമ്മുടെ ഡൈജഷൻ നടക്കണമെങ്കിൽ വെള്ളം വേണം, നമ്മുടെ ബോഡിയിൽ വാട്ടർ പ്രസൻസ് വേണം. എക്സ്ക്രിയേറ്ററി സിസ്റ്റം നടക്കണമെങ്കിൽ വാട്ടർ പ്രസൻസ് വേണം. നമ്മൾ റിമൂവിങ് ദ വേസ്റ്റ് മീൻസ് സ്വെറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും presence of water is necessary. So നമ്മുടെ ബോഡിയിൽ നടക്കുന്ന so many procedures, several life processes in humans and animals such as digestion of food, then absorption of nutrients by the body, distribution of nutrients to various parts of our body, then removing the waste from our body all need the presence of water. And about 70% of the human body is consisted of water. See, if you are 10 kg, if your weight is 10 kg, in that 7 kg will be water. നമ്മുടെ ബോഡിയുടെ ഹ്യൂമൻ ബീങ്സിന്റെ ബോഡിയുടെ ബോഡി വെയിറ്റിന്റെ 70% കൺസിസ്റ്റഡ് ഓഫ് വാട്ടർ. ഇപ്പൊ നിങ്ങൾ ഒരു 100 kg ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മുടെ ബോഡി ഒരു 100 kg ഉണ്ട് എങ്കിൽ നമ്മുടെ ബോഡിയില് 100 kgയുടെ ഒരു 70%, 70 kg വാട്ടർ പ്രസൻസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. മനസ്സിലായോ? സോ നമ്മുടെ ബോഡിയിൽ ഒരുപാട് എന്ന് വെച്ചാൽ വെള്ളം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കുപ്പി കുടിക്കുന്ന വെള്ളം എന്ന് മാത്രമല്ല, നമ്മുടെ ബ്ലഡ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, so nearly about 70% of our body, human bodies, is consisted of water. We take in water through food and drink and lose it in the form of urine, sweat and exhaled air. We take the water in our body by drinking, consuming water, then tea, coffee, juice, etc. and all, fruits and all. നമ്മൾ അങ്ങനെ ഫുഡിലൂടെയും നമ്മൾ ഫുഡ് കഴിക്കുന്നതിലൂടെയും വിവിധ തരത്തിലുള്ള ദ്രവങ്ങൾ ലിക്വിഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിലൂടെയും നമ്മൾ we take the water into our body and we remove the water from our body through passing urine and removing the waste like sweat and also through exhaled air. നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡിയിലേക്ക് വാട്ടർ കൺസ്യൂം ചെയ്യുന്നത്? നമ്മൾ വെള്ളം കുടിക്കുന്നു പല രീതിയിൽ. വെള്ളം എന്ന് പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ കോഫി, ടീ, ജ്യൂസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കുന്നതിലൂടെ, ഫുഡ് കഴിക്കുന്നതിലൂടെ ഒക്കെ നമ്മളുടെ ബോഡിയിലേക്ക് വാട്ടർ എത്തിച്ചേരുന്നു. ഇനിയും നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ എങ്ങനെ പുറത്തു പോകുന്നു? ബൈ പാസിങ് യൂറിൻ, നമ്മുടെ വേസ്റ്റ് അല്ലെ. യൂറിൻ എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് ആണ്. ആ യൂറിൻ പാസ് ചെയ്യുന്നതിലൂടെ, പിന്നെ നമ്മുടെ സ്വെറ്റിങ്സിലൂടെ, വിയർപ്പിലൂടെ, അതുപോലെ തന്നെ exhaled air. What is the meaning of exhaled air? What is the meaning of exhaled air? Adira, tell me. ശ്വാസം. ശ്വാസം ഏത് ശ്വാസത്തിലൂടെ പിന്നെ വെള്ളം പുറത്തേക്ക് പോകുന്നത്? ബ്രീത്ത് ഇൻ ആണോ ബ്രീത്ത് ഔട്ട് ആണോ? ഓക്കെ. എക്സാൽഡ് മീൻസ് പുറന്തള്ളുന്ന വായുവിലൂടെ എന്ന് വെച്ചാൽ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ വാട്ടർ ഇതുണ്ട്, കണ്ടന്റ് ഉണ്ട്.
നമുക്കറിയാം നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ നമുക്ക് അത്ര ഇത് തോന്നുവല്ല. ബട്ട് നിങ്ങളൊരു ഗ്ലാസ് മീൻസ് ഗ്ലാസ് പീസ് എടുക്കുക, ഗ്ലാസോ അല്ലെങ്കിൽ നമ്മുടെ മിറർ അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ അടുപ്പിച്ച് വിട്ടിട്ട് like this way, just to breathe out, then you can feel. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് അതിലൊരു എന്താ പറയുക വാട്ടർ വേപ്പർ കാണാൻ പറ്റും അല്ലേ? ഓക്കെ, സോ നമ്മൾ എപ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് we are sending out, means we are sending out some little bit part of water. നമ്മൾ കുറച്ച് വാട്ടർ നമ്മൾ പുറത്തേക്ക് വിടുന്നുണ്ട്. Okay, about 70% of the human body is consisted of water. We take in water through food and drink and lose it in the form of urine, sweat and exhaled air. Next, water also helps us to control our body temperature. See, water helps us to control the body temperature. We know that now it's the summer season, it's too humidity now, isn't it? Our body becomes heat. Even no need to go outside and all. Even if we sit inside the house, we feel much humidity, hot, isn't it? So what we will do? We drink a lot of water, isn't it? Compared to the rainy season, now we drink a lot of water to keep our body cool, because we know that the body is very hot now. Body becomes hot because the atmosphere is very hot. So we keep our body cool by drinking a lot of water and taking a lot of fruits and all. Fruits like a watermelon, orange, etc. and all. We know that such fruits are having or containing a lot of water. Like watermelon, orange, and all is having papaya and all are having a lot of water, isn't it? നമുക്കറിയാം, നിങ്ങളുടെയൊക്കെ വീട്ടിൽ സാധാരണ എപ്പോഴും ചെയ്യുന്നതാണ് ഗ്രേപ്സ്, വാട്ടർമെലൻ, ഇതിലൊക്കെ ഒരുപാട് വെള്ളത്തിന്റെ അംശമുണ്ട്. നമ്മൾ മറ്റു ഫ്രൂട്ട്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പം എന്താ പറയുന്നത്, ലൈക്ക് ആപ്പിളിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വാട്ടർമെലൻ ഈസ് ഹാവിംഗ് എ ലോട്ട് ഓഫ് വാട്ടർ, isn't it? ഓക്കെ, സോ നമ്മൾ ഡ്യൂറിങ് റെയിനി സീസൺ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രൂട്ട്സ് വി കൺസ്യൂം ഓർ വി ഈറ്റ് ഡ്യൂറിങ് സമ്മർ സീസൺ ടു കീപ് അവർ ബോഡി കൂൾ. സോ ഡ്യൂറിങ് ദിസ് ടൈം വി ഡോണ്ട് ടേക്ക് much hot food, isn't it? But during winter season we take more hot food to keep our body warm. But during this summer season we take more cool food like ice creams, then drinkings, juice, fruits, etc. and all, isn't it? നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്, മഴക്കാലത്തോ അല്ലെങ്കിൽ വിന്റർ സീസണിൽ നമ്മൾ നമ്മുടെ ബോഡി ഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സ്പൈസി ഫുഡ് എടുക്കുന്നു, അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ വിന്റർ സീസണിൽ നമ്മൾ അത് പരമാവധി അവോയ്ഡ് ചെയ്തിട്ട് വാട്ടറിഷ് ആയിട്ടുള്ളതും കൂൾ ആയിട്ടുള്ള ഐറ്റംസ്, ഐസ്ക്രീം ഒക്കെ നമ്മൾ മഴക്കാലത്ത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ സമ്മർ സീസണിലല്ല കഴിക്കുന്നത് അല്ലെ? എന്തിനാണ്? ടു കീപ് അവർ ബോഡി കൂൾ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഈസ് വെരി ഹോട്ട് നൗ, isn't it? ഓക്കെ, so water helps us to control the body temperature, and in hot weather we drink a lot of water. This maintains our body temperature within reasonable limits. So നമ്മൾ എന്തിനാ ഇപ്പം കൂടുതൽ വെള്ളം കുടിക്കുന്നത്? നമ്മൾ എപ്പോഴും പറയല്ലോ ഒത്തിരി വെള്ളം കുടിക്കണം, ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് പറയല്ലേ? ബിക്കോസ് നമുക്കറിയാം atmosphere is very hot and most of the time we have to go outside the house, means where there is a very hot atmosphere. Since our atmosphere is hot, if you go out our body will be heat. അപ്പൊ നമ്മള് കളിക്കാനൊക്കെ പോകുമ്പോൾ പറയാം വേർത്ത് കുളിച്ചൊക്കെ വരുന്നത്. സോ വി വിൽ ലൂസ് എ ലോട്ട് ഓഫ് സ്വെറ്റ് ആൻഡ് ഓൾ. സോ വി നീഡ് എ ലോട്ട് ഓഫ് വാട്ടർ ടു കീപ് അവർ ബോഡി കൂൾ. ദാറ്റ്സ് വാട്ട് വി ഡ്രിങ്ക്. ആൻഡ് നമുക്കറിയാം നമ്മൾ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചായ ഒക്കെ കുടിക്കുന്നതിന് പകരം എന്താ ചെയ്യുന്നത്? ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ തണുത്ത വെള്ളം, പച്ചവെള്ളം, പിന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ. പക്ഷെ നമുക്കറിയാം വിന്റർ സീസണിൽ നമ്മൾ ജ്യൂസിനേക്കാൾ കൂടുതൽ നമ്മൾ ഹോട്ട് ഐറ്റംസ്, അതായത് കോഫി, ടീ അങ്ങനെയുള്ള ഹോട്ട് ഐറ്റംസ് കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെ? ഓക്കെ, water that evaporates from the surface of our body in the form of sweat takes away a lot of heat and thus cools the body. Okay, sweating is very good for us. Why, you know? മുഹമ്മദ് അല്ല ഷാനിഫേ, മുഹമ്മദ് എന്ന് പറഞ്ഞു. ഷാനിഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മോനെ എന്തെങ്കിലും സുഖയിലായിട്ടുണ്ടോ? ഇല്ല, മോനെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് എന്തോ സുഖം. Do you want wash your face? Do you want wash your face? മുഖം കഴുകണം കുഞ്ഞിന്? ഇല്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചത്.
മുഖമൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴുകിയിട്ട് വന്നിട്ടിരുന്നോ? സാരമില്ല. വസു വസു ഇങ്ങനെ എന്തൊക്കെയോ നോക്കിയിരിക്കും. എന്താ മോനെ? Those who have to complete the വാട്ടറിന്റെ പിക്ചർ ഒക്കെ എന്താ മോനെ? I didn't understand what Vasudev said. Okay. Those who have to complete the notes still not sent. എന്താ റീസൺ അതിനൊക്കെ? വസുദേവിന്റെ നോട്ട്സ് ഒന്നും എത്തിയിട്ടില്ലല്ലോ. എന്ത് പറ്റി വസുദേവേ? ഷാനിഫിന്റെ നോട്ട് വന്നില്ല, ജോയലിന്റെ നോട്ട് വന്നില്ല, ജീവയുടെ നോട്ട് എത്തിയിട്ടില്ല. ശ്രീവിഷ്ണു, ജുവാന, ആതിര, ഞാൻ അയച്ചിട്ടുണ്ട്. Justice has sent. What about the others? Girl, എന്താ മുക്കുന്നേ? Where is the note? Joanna, last week you said you will send the next day itself. എനിക്കത് കിട്ടിയില്ല മിസ്സേ. Why? You don't have your phone? അത് ഫോണില് മെമ്മറി കൂടിയപ്പോ എല്ലാം കൂടെ ഡിലീറ്റ് കളഞ്ഞു. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് എഴുതുന്നതിന് മുന്നേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ? Okay, I will send it now itself. Okay. Once again, those who have written, no need to write. Those who have not written, Shanifa, what about you? Where is your note? വൈകുന്നേരം ഞാൻ അവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടാ. നോട്ട് കാണിക്കണേ. കംപ്ലീറ്റഡ് അല്ലേ? അന്നോട് പറഞ്ഞേ കംപ്ലീറ്റ് ആണെന്നല്ലേ പറഞ്ഞേ? Which lessons you need? Lesson number 11, 12, forward to class 6. ഞാൻ ഓക്കെ, ഞാൻ ഇവിടെ വൈഫൈ താഴെ ചെന്നിട്ട് സെൻഡ് ചെയ്തോളാം. ഓക്കെ, ഞാൻ ഇപ്പൊ വീണ്ടും റീസെൻഡ് ചെയ്യുന്നത് കുറച്ച് പേര് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ. എനിവേ, sweating is good for us. Why? What is the reason for that? When our body is heat, the sweating which comes out from our body, it is in the form of water, isn't it? So it will keep us cool, help us to keep the body cool. നമുക്കറിയാം, നമ്മൾ സാധാരണ മഴക്കാലത്ത് നമ്മൾ വേർക്കാറില്ല അധികം, വേനൽക്കാലത്തെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ സമ്മർ സീസണിലാണ് കൂടുതൽ നമ്മുടെ സ്വെറ്റിങ്സ് നടക്കുന്നത്. Now, during summer season, our body also will be very heated. So when it sweats during summer season, the sweat comes out of the body in the form of water. It will help to keep the body little bit of cool. വേർക്കുമ്പോൾ നമ്മുടെ ശരീരം കുറച്ച് തണുക്കാൻ സഹായിക്കും. കാരണം അതൊരു വെള്ളത്തിന്റെ ഫോമിലാണല്ലോ പുറത്തോട്ട് വരുന്ന സ്വെറ്റിങ്സ്. ഓക്കെ. In plants, water is essential for germination of seeds and their growth as well. See, for human beings and animals and birds, so many life body procedures will take place in the presence of water. നമ്മൾ പഠിച്ചു കുറെ പ്രൊസീജിയേഴ്സ് വെള്ളത്തിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് നടക്കുന്നതെന്ന് പഠിച്ചു അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിലും വാട്ടർ ഈസ് വെരി എസെൻഷ്യൽ ഫോർ പ്ലാന്റ്സ് ഓൾസോ. സോ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. What is the meaning of germination of seed? Justice, what is the meaning of germination of seed? Seed germination of seed means what? Come on, tell me. Correct, you say, no problem. Germination of seed, who will tell? Okay, Adira, please say. മിസ് അത് ആയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയുന്നേ എന്തായിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ മനസ്സിലായില്ല. പിന്നെ ചെടി മുളച്ചു വരുന്നതിനാണ്. ജെർമിനേഷൻ ഓഫ് സീഡ് മീൻസ് വിത്ത് മുളച്ചു വരുന്നത്, പ്ലാന്റ് ന്യൂ പ്ലാന്റ് ആകുന്നത്, വിത്ത് മുളയ്ക്കുന്നത്. We know that the germination of seed will take place only when there is water. If water is not there, germination never will take place.
വിത്ത് ഒരിക്കലും മുളയ്ക്കില്ല വെള്ളമില്ല എങ്കിൽ. നമ്മളുടെ വീട്ടിൽ എന്തുമാത്രം വിത്തുകളുണ്ട്, പയറ്, പാവലിന്റെ പാവയ്ക്കയുടെ അല്ലെങ്കിൽ കടല, അങ്ങനെയുള്ള വിത്തുകളെല്ലാം നമ്മുടെ വീടുകളിൽ ഉണങ്ങി സൂക്ഷിക്കുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന്റെ ചെടികളുടെ ഒക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ when we add water to that only it will germinate. നമ്മൾ അതിൽ വെള്ളം ചേർത്താൽ മാത്രമേ അത്, അതായത് ഒരു കുപ്പിയിൽ നമ്മൾ കുറച്ച് പയറ് വിത്ത് ഇട്ട് വെച്ച് എത്ര കാലം ഇരുന്നാലും അത് മുളയ്ക്കത്തില്ല. പക്ഷെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ മാത്രമേ അത് germinate ചെയ്യുള്ളൂ, മുളയ്ക്കുകയുള്ളൂ അല്ലെ? Okay, so germination of plant seeds will take place only with the presence of water. So water is very essential for germination of seeds. And also we know that photosynthesis will take place with the help of, in the presence of sunlight, with the help of water and the carbon dioxide, isn't it? അപ്പം നമുക്കറിയാം ഫോട്ടോസിന്തസിസും നടക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. വെള്ളം ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുമോ? ഇല്ല. ഇനി വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? ശ്രീ വിഷ്ണു, വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? പ്ലാന്റ്സ് സെൽഫായിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നു. Yes, the cooking of food or the making of food by the plants in the presence of sunlight and with the help of water and carbon dioxide is known as photosynthesis, isn't it? Okay, so germination, water is essential for germination of seeds and photosynthesis. And another thing, to grow the plants, water is essential. That means the photosynthesis. പ്ലാന്റ്സ് വളരണമെങ്കിൽ വെള്ളം ആവശ്യമാണ്, അതാണ് ഫോട്ടോസിന്തസിസ്. എന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് നടന്നില്ല പ്ലാന്റ്സ് വളരുവോ? ഇല്ല. ഫുഡ് കിട്ടിയില്ല പ്ലാന്റ്സ് വളരത്തില്ല അല്ലെ? ഓക്കെ. So it also helps to transport nutrients from the soil and food from the leaves to different parts of the plants. We know that the root of a plant will absorb the water and minerals from the soil, isn't it? ഒരു പ്ലാന്റിന്റെ റൂട്ടാണ് അത് മണ്ണിലുള്ള മിനറൽസ് എല്ലാം വലിച്ചെടുക്കുന്നത്. അങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം it should go, means photosynthesis നടന്നതിന് ശേഷം it should go to the different parts of the plant, not only in the roots. The prepared food should be transported to different parts of the plant, means every part of the plant, and it is with the help of water. മനസ്സിലായോ? അതായത് നമ്മൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ലീവ്സിലാണ് അല്ലെ? ഫ്രൂട്ട്സ് വലിച്ചെടുക്കുന്നു, മിനറൽസ് ആൻഡ് വാട്ടർ വലിച്ചെടുക്കുന്നു, ലീവ്സിലേക്ക് എത്തിക്കുന്നു, ലീവ്സിൽ നിന്ന് ഫോട്ടോസിന്തസിസ് നടക്കുന്നു. അതിനുശേഷം അത് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റിന് മറ്റു ഭാഗങ്ങളിലേക്ക്, മൊത്തം എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരണം. അത് നടക്കുന്നത് എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടിംഗ് ദ ഫുഡ് ടു എവറി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ. മനസ്സിലായി? നമ്മുടെ ബോഡിയിലാണെങ്കിലും നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഇറ്റ് ഗോസ് ടു ദ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദെൻ സെവറൽ പ്രൊസീജിയേഴ്സ് ടേക്ക് പ്ലേസ് ലൈക്ക് ഡൈജഷൻസ് ആൻഡ് ഓൾ. ഈ ഡൈജഷൻ നടന്നാൽ മാത്രം പോരാ, നമ്മുടെ ബോഡിയിലെ ഡൈജഷൻ നടന്നതിന് ശേഷം അത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തണം ന്യൂട്രിയൻസ്, isn't it? So it is done by the help of blood, isn't it? So water should be there. Like the same way in plants also photosynthesis take place. And we know that only root, the down part of the plant, root will absorb the minerals and water from the soil, and then it should reach to the leaves to prepare food, means the photosynthesis. So it will be done with the help of water. And after preparing the food, after photosynthesis, the food should reach the whole part of the plant. അതായത് ഫോട്ടോസിന്തസിസ് നടന്നതിന് ശേഷം എല്ലാ ഭാഗങ്ങളിലും, ലീവ്സില്, ബ്രാഞ്ചസില്, സ്റ്റെംസില്, അതുപോലെ ഫ്ലവേഴ്സില്, നട്ട്സില്, സീഡ്സില് എല്ലായിടത്തും എത്തണം ഫുഡ്. അതും എന്തിന്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്? with the help of water. Okay. So next, and the food from the leaves to different parts of the plants. Plants use water along with the carbon dioxide from the air to make food in the presence of sunlight. We know that this process is called photosynthesis. Plants take in water from the soil through their roots. Our food contains a lot of water. Here one table is given there, page 174, figure 15.1, percentage of water in our food. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എത്ര പെർസെന്റേജ് വാട്ടർ കണ്ടെയ്ൻഡ് ആണെന്നുള്ളത്. ഓക്കെ, Vasudev, can you read that list? Vasudev, can you hear me? Can you read that list? Okay, please read. Page 174, first list, figure 15.1. One table has been given there, food and percent of water.
Yes. പേജ് നമ്പർ കിട്ടിയതാ ഒന്നുകൂടി പറഞ്ഞേ. അല്ല സാറേ, സാർ ഈ പുസ്തകമൊന്നും ഇല്ലാതെയാണ് ക്ലാസ്സിലിരിക്കുന്നത്. വസുദേവേ, എനിക്ക് അറിയാൻ മേലെ ചോദിക്കാം പേജ് നമ്പർ എത്രയാ? പിന്നെന്താ ഇത്രയും പഠിപ്പിക്കുന്നത് ഏത് പേജിലാന്ന് പോലും അറിയത്തില്ല. അത് ഒരു പീരീഡ് ഫുള്ളിരുന്നല്ലോ ക്ലാസ്സില്. പേജ് നമ്പർ പിന്നെ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് പേജ് നമ്പറിലും കിട്ടിയ ഇത് ഏതാണെന്ന്. ടേബിൾ 15.1 അവിടെ ഒരു ടേബിൾ, ആ പേജിലെ പേജ് 174 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ ഒന്ന് വായിച്ചേ. ഐ ഫുഡിന്റെ യെസ്, ഫുഡ് ആൻഡ് പെർസെന്റ് ഓഫ് വാട്ടർ എന്നുള്ളത്. ഡ്രൈ സീരിയൽസ്. ഡ്രൈ സെൽസ് അല്ല മോനെ, സീരിയൽസ്. cereals, egg, potato, milk, tomato, green vegetables. Hello, my dear Vasudev. You have to read each food item and its water percent. Then only you have to go to the next food item. First you read dry cereals 3 to 4%. Cereals 3 minus 4. 3 minus അല്ല, 3 to 4%. 3 മുതൽ 4% വരെ എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. 3 minus 4 അല്ല. ഓക്കെ, വായിച്ചോ മോനെ. വസു Egg വായിച്ചോ മോനെ. 73%. Yes, very good. 73%. Potato 78%. Milk Okay. 88%. Tomato 100%. Green tomato vegetables how many 100%. Cut. വസു എന്താ മൊത്തം ഇങ്ങനെയൊക്കെ വായിക്കുന്നേ? ശരി, വസുവിന് എന്താ നെറ്റ് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ഓഫ് ആക്കിനെ. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്തു. Can you hear now clearly? ഇപ്പൊ കേൾക്കാൻ പറ്റുമോ ക്ലിയർ ആയിട്ട്? വായിച്ചോ മോനെ. സ്പീഡ് കുറച്ചിട്ട് വായിക്ക. ടൊമാറ്റോ 90%. Tomato 90%. Green vegetable 90%. Cucumber 95%. Okay. Next, Sri Vishnu, can you read the list properly? Miss, Can you read that table clearly? dry cereals 3 to 4%. Egg Yes. 73%. Potato 78%. Milk 88%. Tomato 90%. Green vegetables 90%. Cucumber 95%. Yes. Okay. See, ഓരോ ഫുഡിലും അടങ്ങിയിരിക്കുന്ന ഡ്രൈ സീരിയൽസ്. എന്താ ഈ ഡ്രൈ സീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അത് ഈ നമ്മുടെ കോൺഫ്ലാക്സ്, ഓട്സ് പോലത്തെ സംഭവങ്ങൾ. യെസ്, ഉണങ്ങിയ ധാന്യങ്ങൾ, നമ്മുടെ പയറ് വർഗ്ഗങ്ങളൊക്കെ ഇല്ലേ സീരിയൽസ്. അതായത് ചെറുപയറ്, കടലപ്പരിപ്പ്, അങ്ങനെയുള്ള നമ്മൾ കഴിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ പയറ് വർഗ്ഗങ്ങൾ. അതിലൊക്കെ വെള്ളത്തിന്റെ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇറ്റ് ഇസ് ഡ്രൈഡ് വൺ, isn't it? So only 3 to 4% water is there. But completely it is a protein rich food ആണ് കേട്ടോ. കാൽസ്യം ഒക്കെ ഒരുപാടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെറുപയറൊക്കെ കഴിക്കുന്നില്ലേ? ഓക്കെ. നെക്സ്റ്റ്, എഗ്. In egg 73% water is there. Egg എന്ന് പറയുന്ന സാധനത്തില് അതിന്റെ കംപ്ലീറ്റ് ഇതിൽ വെച്ച് 73% it is water. Next, potato it is 78%. എഗ്ഗില് 73 ഉണ്ടെങ്കിൽ പൊട്ടറ്റോയിൽ 78 ഉണ്ട്. പക്ഷെ നമുക്ക് തോന്നിയല്ലോ അല്ലെ, കുറച്ചുകൂടെ ഹാർഡ് പൊട്ടറ്റോ ആണ്. നെക്സ്റ്റ്, മിൽക്ക്. In milk 88% water is there. And tomato 90%. ടൊമാറ്റോ പിന്നെ നമുക്കറിയാം വെള്ളം വന്നത്. Green vegetables, in most of the green vegetables 90% it is water. Next, cucumber. What is cucumber? എന്താ cucumber? Kakarika. So cucumber 95%. During summer season, almost every time we purchase cucumber and eat, isn't it? To keep our body, because 95% water is
നമ്മൾ വാട്ടർമെലൺ ഒക്കെ കഴിക്കുന്ന പോലെ അല്ലെ ഗ്രേപ്സ് ഓറഞ്ച് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ കുക്കുംബർ നമ്മൾ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് വെറുതെ ചുമ്മാ കടിച്ചു തിന്നാം അല്ലെ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ us. ഓക്കെ സോ നല്ലതാ. യെസ് യെസ് ഓക്കെ I want Adira, please read the list once again. Food and percentage of water. Dye cereals 3 to 4 percentage, egg 73%, potato 78%, milk 88%, tomato 90%, green vegetables 90%, cucumber 95%. Yes, okay. What about you, my dear Justice? Read fastly. Dry cereals 3 to 4%, egg 73%, potato 78%, milk 88%, tomato 90%, green vegetables 90%, cucumber 95%. Giovanna, please read out. Yes, ma'am. Dry cereals 3 to 4%, egg 73%, potato 78%, milk 88%, tomato 90%, green vegetables 90%, cucumber 95%. Okay, Afros and Hasan, just you have to rejoin because class will be cut off now. Okay, one more period is there now, continuous class now. Okay, bye then. Class cut out.